മന്ത്രാലയത്തിൽ ഇപ്പോൾ എന്തൊക്കെ സംഭവങ്ങളാണ് അനുദിനം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പൊതുസമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ ഉദാസീനത ഓരോ ദിവസവും അക്കമിട്ട് ഇങ്ങനെ നിരത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം, അതായത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പുന്നപ്ര സ്വദേശിയായ ഒരു ഉഷ എന്ന ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഒരു സംഭവം. 2021 മെയ് 5-ാം തീയതി നടത്തിയ ഒരു ശസ്ത്രക്രിയ, അതായത് ഗർഭാശയ മുഴ നീക്കം ചെയ്യുന്നതിൻ്റെ ഒരു ശസ്ത്രക്രിയക്കിടെയാണ് ഇങ്ങനെ ഒരു കത്രിക കുടുങ്ങിയതെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വിവരം. ഈ കഴിഞ്ഞ ദിവസമാണ് അത് പുറത്തേക്ക് വിവരണങ്ങൾ പുറത്തേക്ക് കിട്ടുന്നത്. കാരണം ഇത്രയും കാലമായിട്ട് ആ സ്ത്രീ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു വേദന എന്ന് പറയുന്നത് എത്ര ഭയാനകമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തതിന്റെ പേരിലോ അവർ മീഡിയാസിൻ്റെ മുന്നിൽ വന്ന് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സാമാന്യ ബോധമുള്ള ഏതൊരു മനുഷ്യനും അത് കേട്ടുകൊണ്ടിരിക്കാൻ സാധിക്കും. ഒരു കത്രിക 5 വർഷമായിട്ട് അവരുടെ ശരീരത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴെല്ലാം അവർക്ക് ഭയങ്കരമായിട്ട് വയറുവേദനയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ട് വയറുവേദനയ്ക്കോ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉള്ള എന്തെങ്കിലും ചെറിയ ചെറിയ ചികിത്സകൾ നടത്തുന്നു, മരുന്നുകൾ വാങ്ങി കഴിക്കുന്നു. ഇതിങ്ങനെ അതിനിടയ്ക്ക് അവർക്ക് യൂറിനിലേക്കൂടെ ബ്ലഡ് പോകുന്നു. ഇങ്ങനെയുള്ള പല വിഷയങ്ങളും അവരുടെ അടുത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അപ്പോഴും ഇത്തരം കാര്യങ്ങളെ പറ്റിയൊന്നും ശ്രദ്ധിക്കുന്നില്ല. മറ്റെന്തോ വിഷയങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ അന്ന് ഗർഭാശയ മുഴ നീക്കിയതിൻ്റെ ബാക്കിയുള്ള എന്തെങ്കിലും ഒരു ശരീരത്ത് വന്നിരിക്കുന്ന എന്തെങ്കിലും കേടുകളുള്ള ഭാഗമായിട്ട് വരുന്ന രോഗങ്ങളൊക്കെ ആയിരിക്കാം എന്നൊക്കെ ആരാണെങ്കിലും ധരിക്കുകയുള്ളൂ. അതിനുശേഷം അവർ കഴിഞ്ഞ ദിവസം പോയൊരു സ്കാനിങ് നടത്തി കഴിഞ്ഞ് ഇപ്പം സ്കാനിങ്ങിൽ എന്തോ ഒരു ഡൗട്ട് വന്ന് ഡോക്ടർ പറഞ്ഞു ഒരു എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പം അതിനകത്തൊരു നിഴൽ പോലെയുള്ളൊരു വസ്തു എന്തോ കാണാനിടയായി. അത് കഴിഞ്ഞ് കുറച്ചുകൂടി വിദഗ്ധമായിട്ടുള്ള ഒരു എക്സ്റേ കൂടി എടുക്കാൻ പറഞ്ഞു. അതെടുത്തു കഴിഞ്ഞപ്പോഴാണ് കൃത്യമായിട്ട് കത്രിക കണ്ടിരിക്കുന്നത്. യൂട്രസിൽ 3.5 കിലോ ഉള്ള മുഴയാണെന്ന് പറഞ്ഞു. അത് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊറോണ സമയത്ത് ഞാൻ ആശുപത്രി കിടന്നത്. അങ്ങനെ ലളിതാംബിക ഡോക്ടറെയാണ് ഞാൻ കൊണ്ട് കാണിച്ചത്. അത് കഴിഞ്ഞ് 2021 മെയ് 5-ാം തീയതി എൻ്റെ ഓപ്പറേഷൻ നടന്നു. യൂട്രസ് നീക്കം ചെയ്തു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പം വീട്ടിൽ എന്നെ വിട്ടു. സർജറി കഴിഞ്ഞിട്ട് പിന്നെ എപ്പോൾ തൊട്ടാണ് ഒരു വയറുവേദന തോന്നുന്നത്? അല്ല, സർജറി കഴിഞ്ഞാണ് വയറുവേദന. വേദന ഉണ്ടെങ്കിലും ഞാൻ അടുത്തുള്ള ആശുപത്രി കൊണ്ടുപോയി ഇഞ്ചക്ഷനും എടുക്കും, ഒരുപാട് ആശുപത്രി ഞാൻ കയറി ഇറങ്ങി. ഈ കഴിഞ്ഞ ഒരു ദിവസം എനിക്ക് മൂത്രം ഒഴിക്കുമ്പോൾ ബ്ലഡ് വരുമായിരുന്നു. ഒന്ന് എക്സ്റേ എടുത്ത് നോക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ വയറ്റിലൊരു കത്രിക കാണുന്നില്ല എന്ന് പറഞ്ഞു. നാസർ ഡോക്ടറുടെ വീട്ടിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരു കാര്യം ചെയ്യ്, ഡോക്ടർ ഇതുപോലെ ഇങ്ങനെ വെച്ച് ഇതേ വെച്ചപ്പോഴാണ് ഞാൻ ഈ കത്രിക കാണുന്നത്. ഞാൻ അതുവരെ കത്രിക കണ്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ രീതിയിലൊക്കെയാണ് ഇവിടുത്തെ ഒരു ആരോഗ്യ വകുപ്പ് ശരിക്കും പറഞ്ഞ് ഈ നാഥനില്ല കളി എന്ന് പറയുന്ന രീതിയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം, കുറേ കാലം മുമ്പ് 2017 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയയുടെ ഹർഷീന എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക കുടുങ്ങി 5 വർഷക്കാലമാണ് ആ ഒരു വേദന അനുഭവിച്ചത്. അതിനുശേഷമാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി നീക്കം ചെയ്യേണ്ട ഗതികേടിലേക്ക് വന്നിരിക്കുന്നത്. അതിന് ഇതുവരെയും കോമ്പൻസേഷൻ പോലും കൊടുത്തിട്ടില്ല. അന്ന് ആരോഗ്യമന്ത്രി എന്ന് അവരുടെ തോളത്ത് കൈയിട്ട് സർക്കാരൊപ്പമുണ്ട് ഇങ്ങനെ കുറേ ഡയലോഗ് കൊണ്ട് മാത്രം ഇങ്ങനെ ആൾക്കാരെ പിടിച്ചു നിർത്തുന്നു എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു നല്ലൊരു കാര്യം അവധാനതയോടുകൂടി ചെയ്ത ഒരു സംഭവം ഈ ആരോഗ്യമന്ത്രിയുടെ കാലത്തുണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ കാലത്തുണ്ടായിട്ടുണ്ടോ? 24 മണിക്കൂറും പിണറായി സ്തുതിയും കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു ആരോഗ്യമന്ത്രി. അതിനിടയ്ക്ക് വല്ല സുംബ ഡാൻസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കളിച്ചോളൂ. ഈ കഴിഞ്ഞ ദിവസം കൂടെ കുറേ പള്ളിയിലച്ചന്മാരെ കൂട്ടി വിഴിഞ്ഞം ടൂർ പദ്ധതിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ മുടക്കുന്ന പൈസയുടെ ഇതൊന്നും നിങ്ങളുടെ ആരുടെയും കുടുംബത്തിൽ നിന്നല്ല എടുത്ത് ചിലവാക്കുന്നത്. ഇതൊക്കെ സർക്കാർ ഫണ്ടിൽ നിന്ന് തന്നെയല്ലേ. ഇതിനൊക്കെ വേണ്ടിയിട്ട് ചിലവഴിക്കുന്ന ഈ പൈസ ഈ പാവങ്ങൾക്ക് അങ്ങ് കൊടുത്താൽ എന്താണ്? അത് ചെയ്യില്ല. ആ ഹർഷീനയ്ക്ക് ഇതുവരെ നഷ്ടപരിഹാരം കൊടുത്തോ? അവരുടെ കേസ് വരെ ഇതുവരെ മുന്നോട്ട് പോയോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നടത്തിയ ആ പരാതിയിൽ ഇതുവരെ കുറ്റപത്രം പോലും കൂടെ സമർപ്പിച്ചിട്ട് അത് പ്രതികൾക്ക് വേണ്ടി ഒത്താശ ചെയ്ത് പ്രതികൾ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് അതിന് സ്റ്റേ വാങ്ങി ആ കേസ് പോലും കൂടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ഈ സാധാരണക്കാരൊക്കെ എത്ര ഈ ഇത്തരം കേസുകൾക്ക് പുറകെ പോകാൻ പറ്റും? അത് ഒരു വമ്പൻ ശക്തികൾക്കെതിരെ. അപ്പോൾ ഇത്തരം കാര്യത്തിനകത്തൊക്കെ ഈ സർക്കാരിൻ്റെ നിലപാട്
അതുപോലെ തന്നെ ഇവിടുത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ നിലപാടുമൊക്കെ എത്രമാത്രം അപഹാസ്യമാണ്. ഈ മറ്റൊരു വിഷയത്തിനകത്ത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു സംഭവം, ഓപ്പറേഷനുടെ ശസ്ത്രക്രിയയുടെ പഞ്ഞി വയറ്റിൽ കുത്തി നിറച്ച് അത് തുന്നിക്കെട്ടിയൊരു സംഭവം. പിന്നെ വേറെ ഒരിടത്താണെങ്കിൽ പ്ലാസ്റ്റിക് നൂല് വയറിനകത്തിട്ട് അവരുടെ ശരീരത്തിൽ വെച്ച് ഓപ്പറേഷൻ ചെയ്ത് തുന്നിക്കെട്ടിയ ഒരു സംഭവം. അത് പിന്നീട് ആ പ്ലാസ്റ്റിക് നൂല് ശരീരത്തിനോട് ചേർന്ന് പോയി, ശ്വാസകോശത്തോടു കൂടി ചേർന്ന് പോയി, അതിനിപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നു. ഇതൊക്കെ എത്രമാത്രം അപകടമാണ്, എത്രമാത്രം അപജയമാണ്. അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 6-ാം വിരൽ, നമുക്കറിയാം മിക്കവർക്കും കൈക്ക് 5 വിരലേ ഉണ്ടാവുള്ളൂ, പക്ഷേ അപൂർവം ചിലർക്ക് 6-ാം വിരൽ ഉണ്ടാവാറുണ്ട്. ആ 6-ാം വിരൽ നീക്കം ചെയ്യാനായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് 6-ാം വിരലിന് പകരം നാക്ക് ഓപ്പറേഷൻ ചെയ്ത സംഭവം. ഈ രീതിയിലൊക്കെയാണ് ശരിക്കും പറഞ്ഞ് ഈ ആരോഗ്യ മേഖല ഇങ്ങനെ ഈ രീതിയിൽ കുത്തഴിഞ്ഞ് ഇങ്ങനെ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആത്മാർത്ഥതയോടുകൂടി പണി ചെയ്യുന്ന നല്ലൊരു പറ്റം ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് വേണ്ട രീതിയിൽ അവരെ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അവരുടേതായ കാര്യങ്ങൾ നോക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരും ആകെ അസ്വസ്ഥരാണ്. അതിൻ്റെ പരിണതഫലമാണ് ഇത്തരം ഈ ചികിത്സാ പിഴവുകൾ ഇങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യത്തിനകത്തൊക്കെ ആരോഗ്യ മന്ത്രാലയത്തിന്, പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രിക്കും അതുപോലെ സർക്കാരിനും യാതൊരു ഇടപെടലുമില്ല, യാതൊരു ഇച്ഛാശക്തിയുമില്ല. ഏതെങ്കിലുമൊക്കെ രീതിയിൽ കുറേ വികസനം എന്നുള്ള കുറേ ഡയലോഗുകൾ മാത്രം പറഞ്ഞ് ഇങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും, എവിടെ എന്തെങ്കിലുമൊക്കെ കുറേ സുംബ ഡാൻസുകളുണ്ടെങ്കിൽ അതൊക്കെ കളിച്ച് നടക്കാനും, അതുപോലെ തന്നെ കുറേ എന്താ പറയുക, കുറേ മതപണ്ഡിതന്മാരോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവരുടെയൊക്കെ അടുത്ത് പോയി സിമ്പതി പിടിച്ചു പറ്റിക്കൊണ്ട് അവരെ പൊക്കി ചുമന്നുകൊണ്ട് കുറേ ടൂറ് നടക്കാനും, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത് എത്ര ആഭാസമാണ്. ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണോ നിങ്ങൾ കണ്ടുവച്ചിരിക്കുന്ന ഈ ഭരണ മികവ് എന്ന് പറയുന്നത്? എന്ത് മുഷ്കാണ് ഇവർ കാണിക്കുന്നത്? ഈ പോലീസ് എന്ത് മുഷ്കാണ് കാണിക്കുന്നത്? സമരം ചെയ്യുന്ന ആൾക്കാരെ കൂട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ തെമ്മാടിത്തരമാണിത്? വീണ ജോർജിനെ കൂട്ടിക്കൊണ്ടു പോകും. അവർക്ക് മെഡിക്കൽ രംഗമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? വീണ ജോർജിന് ഇഞ്ചക്ഷൻ ചെയ്യാനെങ്കിലും അറിയാവോ? ഈ കപ്പൽ ആടി ഉരിയില്ല സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. ഈ കപ്പൽ നവകേരള യാത്രയുടെ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പിണറായിയുടെ അടിമപ്പണി ചെയ്യുന്ന വർഗ്ഗങ്ങൾ, പിണറായി പോലീസ്, ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ മാറുന്ന സാറിന് അവരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഈ നരഭോജികളായിട്ടുള്ള പോലീസിനെ ധാഷ്ട്യമാണ്. ആരെ വേണ്ടി അറസ്റ്റ് ചെയ്തു? പിണറായി അല്ല ഭരിക്കുന്നത്. എന്നിട്ട് കൊണ്ടുപോവാം സാറിന് ഇവിടുന്ന് വണ്ടി എടുക്കാം. ഒന്നിനും ഒരു ആശുപത്രി അടിച്ചു തകർക്കുകയോ അല്ല ആശുപത്രി ഉപകരണങ്ങൾ നശിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവര് ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് വേണ്ടി ഒരു സമരം ചെയ്തു, അത് മാത്രമാണ്. അതിന് സാർ അവരെ കൊണ്ടുപോകേണ്ട കൊണ്ടുപോകാനായിട്ട് കൊണ്ടുപോകും. യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം സെക്രട്ടറി അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആദ്യം തന്നെ പിടിച്ചോണ്ട് പോകും. Yeah.
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. അതായത് ഈ മിക്ക ഗവൺമെൻറ് കേരളത്തിലുള്ള ഒട്ടുമിക്ക ഗവൺമെൻറ് ഹോസ്പിറ്റലും ഡോക്ടർമാർ പ്രൈവറ്റായിട്ട് ബോർഡ് വെച്ച് ചികിത്സിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത്. കാരണം ഇവർ ഈ ഗവൺമെൻറ് ഡോക്ടർമാർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചികിത്സിക്കാനിരിക്കുന്നേക്കാളും കൂടുതൽ അവേഴ്സ് ഇവർ പുറത്ത് പ്രൈവറ്റായിട്ട് ചികിത്സിക്കാനും അതുപോലെ തന്നെ അതുവഴി ഇവർ പണം സമ്പാദിക്കാനും വളരെയധികം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാരണം ശരിയായ രീതികളല്ല. എത്രയും പെട്ടെന്ന് ഇങ്ങനെ പ്രൈവറ്റായിട്ട് ചികിത്സിക്കുന്ന ഗവൺമെൻറ് ഡോക്ടർമാരെ കണ്ടുപിടിച്ച് ഇവരെ തക്കതായ ഒന്നെങ്കിൽ ഇവരെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുക, അല്ലെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുക. ഇങ്ങനെയുള്ള ഒരു നിയമം കേരളത്തിൽ ഒരിക്കലും നടപ്പാകരുത്. അത് ജനങ്ങൾക്ക് തന്നെ വളരെയധികം ഭീഷണിയാവുള്ളൂ. ഇങ്ങനെയുള്ള മരണങ്ങളിലേക്കും അതുപോലെ തന്നെ ഇങ്ങനെ വലിയ അപകടങ്ങളിലേക്കും ചെന്നപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. കുറഞ്ഞത് ഒരു 8 മണിക്കൂറെങ്കിലും ഡ്യൂട്ടി ചെയ്യാത്ത ഗവൺമെൻറ് ഡോക്ടർമാരെ എല്ലാവരെയും പറഞ്ഞു വിടുക. അതുകൂടാതെ വെറ്ററിനറി ഹോസ്പിറ്റൽ, ഹോമിയോ ഹോസ്പിറ്റൽ, ആയുർവേദ ഹോസ്പിറ്റൽ ഇവിടെയൊന്നും കൃത്യമായ ടൈമിൽ ഇവർ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നില്ല. പ്രൈവറ്റായിട്ട് ചികിത്സിക്കാനാണ് അവർക്ക് ഇഷ്ടം. കേരളത്തിലെ നിയമങ്ങളും നിയമ ഭേദഗതികളും എത്രയും പെട്ടെന്ന് പൊളിച്ചെഴുതി ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് ഡിക്റ്ററ്റ് ന്യൂസ് കേരള ജനങ്ങളോടായിട്ടും അതുപോലെ തന്നെ ഉന്നത നേതൃത്വത്തോടും ആവശ്യപ്പെടുന്നു. സർക്കാർ ഇവർക്ക് മാന്യമായ ശമ്പളം കൊടുക്കുന്നുണ്ട്. കുറഞ്ഞത് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്കുണ്ട്. അത് കാരണം സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഡിക്റ്ററ്റ് ന്യൂസ് ശക്തമായ ഇടപെടൽ ഈ ഒരു കാര്യത്തിൽ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് സാമാന്യ ബോധമുള്ള ജനങ്ങൾ നിങ്ങളെ നോക്കിക്കാണുന്നില്ലേ? വിവേചനമുള്ള ജനത തന്നെയല്ലേ ഇവിടെ ഉള്ളത്? എന്താണെങ്കിലും ഇക്കാര്യത്തിനകത്ത് പൊതുസമൂഹത്തിൻ്റെ നീതിബോധം കുറെ കൂടി ശക്തമായിട്ട് ഉയരേണ്ടിയിരിക്കുന്നു. ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നത്. എല്ലാവർക്കും നന്ദി.